ഹലോ. ഇന്ന് നമ്മളുടെ അമ്പലത്തിൽ കണ്ടറുമ്പങ്കാവ് അമ്പലത്തിൽ ചുറ്റുവിളക്ക് ഉള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് കരുതിയിട്ട് പോവാണ്. രാവിലെ എന്ന് പറയുമ്പോൾ നല്ലോണം രാവിലെ ഒന്നല്ല കേട്ടോ, ഒരു 8:15 കഴിഞ്ഞു ഞങ്ങൾ അമ്പലത്തേക്ക് പോകുമ്പോൾ. പിന്നെ കുട്ടികളൊന്നും വന്നില്ല, ഞങ്ങൾ രണ്ടാളും മാത്രമാണ് കേട്ടോ പോകണം. വൈകിട്ട് അവരൊക്കെ വരുള്ളൂ. അപ്പോൾ കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ നല്ല ചുവന്ന സൂര്യനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. ഇപ്പോൾ സൂര്യൻ കുറച്ചൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ അമ്പലത്തേക്ക് എത്തുന്നത്. എന്തായാലും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഒരു ഫീല് വേറെ തന്നെയാണല്ലോ. ഭയങ്കര നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശ്രീദുർഗയിൽ കയറിയിട്ട് ദോശയൊക്കെ കഴിച്ചു. കുട്ടികൾക്ക് ദോശ വേണ്ട പറഞ്ഞു കേട്ടോ, അവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും വാങ്ങിയിട്ടില്ല. പാല് വാങ്ങിച്ചാൽ മതി പറഞ്ഞത്. ചെറിയ ആൾ ചോക്കോസ് കഴിച്ചോളാന്ന്, വേറെ ഒന്നും വേണ്ട അത്ര. മൂത്താൾക്ക് സമൂന എന്തൊക്കെ ഇരിക്കുന്നുണ്ട്, അവൾക്ക് അത് കൊടുത്താൽ അവളും ഓക്കെയാണ്. അപ്പോൾ ഞങ്ങളടുക്കി കഴിച്ചു. ഇനിയിപ്പോൾ വീട്ടിൽ പോയാൽ ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങാമല്ലോ. ഞങ്ങൾ ഏട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോവാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ ഹൈവേ കൂടെ തന്നെ തിരിച്ചു ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മേനെ അച്ഛനൊക്കെ ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോകും. അവിടെ പോയി തിരിച്ച് വരുന്ന വഴിക്ക് കടയിലൊക്കെ ഒന്ന് കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് രാവിലെ തിരക്ക് പിടിച്ചതുകൊണ്ട് കാണാൻ പറ്റാത്ത ചെടികളെയൊക്കെ ഒന്ന് നോക്കാൻ കേട്ടോ. രാവിലെ എണീറ്റ് വന്നാൽ കുറച്ച് സമയം ഞാൻ ഇതൊക്കെ നോക്കാറുണ്ട്, പക്ഷെ ഇന്ന് നോക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് തിരിച്ച് അമ്പലത്തിൽ പോയി വന്നിട്ടാണ് കേട്ടോ ഒക്കെ നോക്കണം. എല്ലാം നല്ല പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ഇത് കാണുമ്പോൾ. അത് കുറേ ആൾക്കാർക്കൊക്കെ ഇത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അത്ര സന്തോഷമാണ് കേട്ടോ ഇതിങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുമ്പോൾ. കുറേ മുമ്പ് ഞാൻ ഏട്ടൻ്റെ അമ്മായിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ റോട്ടിൽ നിന്ന് പറിച്ചൊരു ചെടി കേട്ടോ അത്. ഇതിപ്പോൾ ഇത് ആദ്യമായിട്ട് പൂവിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അകത്ത് ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കലും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളും ക്ലീനിങ്ങിലോട്ടൊക്കെ ആയിട്ട് പോയി കുറച്ച് സമയത്തേക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂരിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കതിർക്കുല തൂക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഇത് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് വലുതായിരുന്നു, വലിയ ഉണ്ട പോലെ ഉള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കേട്ടു ഇത് നമ്മൾ തൂക്കി കഴിഞ്ഞാൽ കിളികൾക്ക് കഴിക്കാനാണ് അത്ര ഇത് നമ്മൾ തൂക്കുന്നത്. അവരത് കഴിച്ച് അടുത്ത വർഷം നമ്മൾ വേറെ തൂക്കണത്രേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ ചെറുത് വാങ്ങിച്ചു. അപ്പോൾ കിളികൾ പെട്ടെന്ന് തീർത്തോളൂല്ലോ അടുത്ത തവണയാകുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ചെറുതാണ് ഇത്തവണ വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം കുറേയൊക്കെ കിളികൾ കൊത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ ഇനി കിളികളൊക്കെ ഇത് വന്ന് കഴിക്കട്ടെ. ചീരയിലയും വഴുതനയും പറിക്കാം. നമ്മൾക്ക് ഇന്ന് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് മുളക് പറിക്കാം കേട്ടോ. ഇതാദ്യമായിട്ടാണ് ഈ മുളക് ഉണ്ടായതിനു ശേഷം പറിക്കുന്നത്. ഇതിൻ്റെ എരിവൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഇന്നത്തെ ലഞ്ചിന് ചീരയില ഉപ്പേരി, വഴുതനങ്ങ ഫ്രൈ, മോര് കറി, പിന്നെ വെണ്ടയ്ക്ക ഫ്രൈ. ഇത് പക്രുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കറുത്തിരിക്കണം എന്ന് മാത്രം. പിന്നെ നല്ല മാങ്ങ ചമ്മന്തി, പിന്നെ രസം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. രസം പപ്പടം ഉണ്ടെങ്കിൽ അത് മാത്രം മതി എല്ലാവർക്കും. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ഊണായിരുന്നു ഇന്ന്. അങ്ങനെ ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ നേരെ ലെൻസ് കാർട്ടിലോട്ട് പോയി. അവിടെ നിന്ന് ഒരു ഗ്ലാസ് വാങ്ങിച്ചതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് വാങ്ങാമല്ലോ. ഒരു ഗ്ലാസ് വാങ്ങി ഒരു ഗ്ലാസ് ഫ്രീ അല്ലേ. അപ്പോൾ അതിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയിട്ടോ നേരെ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ 11,000-ൻ്റെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അത്ര രൂപയുടെ തന്നെ വാങ്ങായിരുന്നു. പക്ഷേ അവിടെ കൂളിംഗ് ഗ്ലാസ് 5,000 വരയ്ക്കേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. പിന്നെ മറ്റേ ഗ്ലാസ് തന്നെ വീണ്ടും ഒന്നുകൂടി വാങ്ങേണ്ട കാര്യമില്ലാത്തത് കൊണ്ട് എനിക്ക് നഷ്ടമാണ്. എന്നാലും വേണ്ടില്ല, ഞാൻ ഇതാണ് ഓർഡർ കൊടുത്തത്. അങ്ങനെ അവിടെ നിന്ന് ഒരു 2:30 ആകുമ്പോൾ തന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കെയ്യാറിൽ പോയി. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് കെയ്യാറിലെ ചായ ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും.
അവിടെ എപ്പോഴും ഭയങ്കര ക്ലീനായിട്ടിരിക്കും, നീറ്റായിട്ടിരിക്കുന്നുണ്ടാവും. അവിടുത്തെ പലഹാരങ്ങൾക്കൊക്കെ ഒരു നല്ല നീറ്റായിട്ട് ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഞാൻ ബേക്കറി പലഹാരങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് വാങ്ങിക്കാറില്ല എന്ന് മാത്രം. എല്ലാം നല്ല നീറ്റായിട്ടുള്ള സാധനങ്ങളാണ്, ഫ്രഷ് ആയിരിക്കും എപ്പോഴും. എന്തായാലും ഏട്ടൻ അവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ നേരെ പോയത് ബുക്ക് സ്റ്റാളിലേക്കാണ്. ഷോണ ബുക്ക് സ്റ്റാൾ. ഇത് എടപ്പാളുള്ളൊരു ബുക്ക് സ്റ്റാളാണ് കേട്ടോ. ഇത് ഞാൻ ചെറുപ്പം മുതൽ കേൾക്കുന്ന പേരാണ്. കാരണം ചെറുപ്പത്തിലേ മുതൽ എനിക്കും ഏട്ടനും സ്കൂൾ തുറക്കാനാകുമ്പോഴത്തേക്ക് അമ്മ പറയും എന്താണ് ഷോണയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്നാണ് ഞങ്ങൾക്കുള്ള നോട്ട്സൊക്കെ വാങ്ങിക്കുക. നോട്ട്സും അങ്ങനെ പിന്നെ എന്തെങ്കിലും ടെക്സ്റ്റുകളൊക്കെ അന്ന് സ്കൂളിൽ നിന്ന് അല്ലാണ്ടും വാങ്ങുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിക്കുക ഷോണയിൽ നിന്നാണ്. അപ്പോൾ അത് അമ്മ എപ്പോഴും അത് പറയും ഷോണ എന്ന്. അങ്ങനെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ വലുതായി കഴിഞ്ഞതിന് ശേഷം അവിടേക്കൊന്നും ഞാൻ അങ്ങനെ പോകാറില്ല. നമ്മളിവിടെ ജംഗ്ഷനിന് ചുറ്റിപ്പറ്റി അവിടെ നിന്നൊക്കെയാണ് എന്തെങ്കിലും വാങ്ങിക്കാറുള്ളത്. ഇന്നിപ്പോൾ എന്തായാലും മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കുറച്ച് ബുക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെയൊക്കെ കുറേ പരതി നടന്നുട്ടാ. വായിക്കാൻ ഇഷ്ടമാണെങ്കിലും ഇപ്പോൾ വായിക്കാൻ മെനക്കെടാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് സമയം കണ്ടെത്തണം എന്നാലും ഇപ്പോൾ കുറച്ചായിട്ട് വായന കുറച്ച് കുറവാണ് എനിക്ക്. എന്തായാലും എനിക്കിഷ്ടമാണ് ബുക്ക് സ്റ്റാളിൽ പോയി ഇങ്ങനെ ബുക്കൊക്കെ നോക്കാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു. എന്തായാലും അവൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ 2-3 ബുക്ക് എടുത്തത്. അവർ കുറച്ച് അവിടെയുള്ള ചേച്ചി കുറച്ചിങ്ങനെ പറഞ്ഞു തന്നു, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ബുക്കിനെ പറ്റിയിട്ടുള്ള, ഞാൻ എടുത്ത ബുക്കിനെ പറ്റിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് ബുക്സൊക്കെ വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് തന്നെ പിന്നെ സമയമൊക്കെ വൈകിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ജോക്കിയിൽ പോയി. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു ഏട്ടന്. അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലെത്തി. പിന്നെ വൈകിട്ടത്തെ നനയ്ക്കലും കലാപരിപാടികളൊക്കെ, കാരണം അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ നനയ്ക്കണം. വീട്ടിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് വൈകി. ഇനി വൈകിട്ട് അമ്പലത്തിൽ പോയിട്ട് വേണം വിളക്കൊക്കെ കൊളുത്താനൊക്കെ ആയിട്ട്. അങ്ങനെ പെട്ടെന്ന് നനയ്ക്കലെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയിട്ടോ. അപ്പോഴത്തേക്ക് സുഡു ഒക്കെ വന്നു. സുഡു ആണ് കേട്ടോ എൻ്റെ ക്യാമറാമാൻ. എൻ്റെ ക്യാമറാമാൻ വെച്ചാൽ കുറച്ച് സമയത്തേക്ക് പിന്നെ സുഡുവിൻ്റെ കയ്യിലായിരുന്നു ഫോൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അവനാണ് കേട്ടോ ഷൂട്ട് ചെയ്തത്. ഫോൺ കളിക്കാനായിട്ട് കൊടുത്താലോ കേട്ടോ, ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് കൊടുത്താണ്. എന്നിട്ട് പിന്നെ അവനാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ബെസ്റ്റ് ക്യാമറാമാനുള്ള അവാർഡ് സുഡുവിന് തന്നെ കൊടുക്കണം കേട്ടോ. കാരണം അവൻ നല്ല നീറ്റായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും എന്താ പറയുക, ഇത് ഞാൻ അവൻ എടുത്തിട്ടുള്ള വീഡിയോസ് ഞാനൊന്നും എഡിറ്റ് ചെയ്ത് ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ഞാൻ. കാരണം അവൻ കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്, അതായത് തുടക്കം മുതൽ അവസാനം വരെ കറക്റ്റായിട്ട് എന്താ പറയുക, സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തതൊക്കെ അവൻ ചെയ്തച്ച അതേപോലെ ഉള്ളത് കേട്ടോ. ഞാനൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. കുറച്ച് ലോങ് ടൈം ഉള്ളത് മാത്രം കട്ട് ചെയ്തു എന്നല്ലാതെ ഒന്നും അങ്ങോട്ട് പോയോ താഴോട്ടോ മേലോട്ടോ അങ്ങനെ ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ബെസ്റ്റ് ക്യാമറാമാനുള്ള അവാർഡ് എന്തായാലും സുഡുവിന് തന്നെ കൊടുക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ അവൻ. ഇനി നിങ്ങൾ അവന് എത്ര മാർക്ക് കൊടുക്കണമെന്ന് ഒന്ന് പറയണം കേട്ടോ. എത്ര മാർക്ക് കൊടുക്കണം അവൻ്റെ ക്യാമറയ്ക്ക് എന്ന്. ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്തിട്ടൊന്നുമില്ല എന്നുള്ളത്. അങ്ങനെ ചുറ്റുവിളക്കൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കിട്ടി. പിന്നെ പായസം കൂടി കുടിച്ചാൽ നമ്മളെ ചുറ്റുവിളക്ക് കഴിഞ്ഞു കേട്ടോ.